ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടോ. പോയപ്പോൾ ഇതേപോലെ കുറേ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ പെട്ടെന്നൊരു ഐഡിയ വന്നു, ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ജ്വല്ലറി ഉണ്ടാക്കിയാൽ എന്താണെന്ന് തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫ്ലവറൊക്കെ ഇതേപോലെ പറിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ ഫ്ലവർ, ഏത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിനൊന്ന് ഡ്രൈ ഫ്ലവർ ആക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ആ പേപ്പർ എടുക്കുക, എന്നിട്ട് നമ്മുടെ ഫ്ലവർ ഏത് ഷേപ്പിലാണ് നമുക്ക് വേണ്ടത് ഇതേപോലെ വിരിഞ്ഞിരിക്കണമെങ്കിൽ അതേപോലെ പതുക്കെ അതിനെ വിരിച്ച് നല്ല ഭംഗിയായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ആയി നിൽക്കുന്ന പോലെയാണ് വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഏതുപോലെയാണ് വേണ്ടെങ്കിൽ നമ്മൾ അതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ, ആദ്യം തന്നെ ഈ പേപ്പറിൽ. അപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ. അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചാലും മതി കേട്ടോ, അലുമിനിയം ഫോയിൽ വെച്ചാലും മതി. എന്നിട്ട് ഇതിൻ്റെ ബാക്കിലത്തെ തണ്ട് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം നന്നായിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസിലൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു പേപ്പറും കൂടെ അതിന് മുകളിലോട്ട് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരുപാട് ചൂടല്ല, എന്നാലൊരു മീഡിയം ചൂടിൽ അയൺ ചെയ്യാം. പക്ഷേ പതുക്കെ ഇങ്ങനെ ചെയ്യണം, പ്രസ് ചെയ്ത് ചെയ്യണം. അവിടെ തുണിയൊക്കെ അയൺ ചെയ്യുന്ന പോലെ ഇങ്ങനെ വലിച്ചിങ്ങനെ ഉരയ്ക്കരുത് കേട്ടോ. അപ്പോൾ ഓരോ ഫ്ലവറിൻ്റെ മുകളിലും പതുക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് വെച്ചതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡ് മറിച്ചിട്ടിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പുറത്തെ സൈഡ് നമുക്ക് വേണമെങ്കിൽ അയൺ ചെയ്യാം. നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതിന് ഡ്രൈ ആയിട്ടുണ്ടോയെന്ന് കേട്ടോ. പതുക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോകും. ഇനി അത് ചെയ്തതിന് ശേഷം നമുക്ക് പതുക്കെ തുറന്ന് നോക്കാം. ഇതേപോലെ വളരെ സ്ലോലി നമ്മൾ ഇതിനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. നമ്മുടെ ഫ്ലവറൊക്കെ നല്ല ഡ്രൈ ഫ്ലവറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രൈ ഫ്ലവർ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയയും കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും യൂസസിന് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവറൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ബോക്സിൻ്റെ ഉള്ളിലോട്ടിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി എടുത്ത് വെച്ച് കുറേ നാളായിട്ടാണ് ഞാൻ പിന്നെ ജ്വല്ലറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സെല്ലോ ടേപ്സ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ടേബിളിൽ. പക്ഷേ ഒരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ സെല്ലോ ടേപ്പിൻ്റെ ഒട്ടുന്ന ഭാഗം മുകളിലോട്ട് വരുന്ന വിധത്തിൽ വേണമായിരുന്നു ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. പക്ഷേ ഞാനത് ഓർത്തില്ല കേട്ടോ. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു റേസിൻസ് എടുത്തിട്ടുണ്ട്. അത് രണ്ട് ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒന്ന് 2 പോർഷൻസും ഒന്ന് 1 പോർഷനും വെച്ചിട്ടാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ബോട്ടിലും ഉണ്ടാവും എത്ര വേണമെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് കളർ ഒന്ന് ഡാർക്കിഷ് കളർ പോലെ വരും കേട്ടോ. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാക്കിയതിന് ശേഷം കുറച്ച് ഇതേപോലെ എടുത്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഏത് ഷേപ്പാണ് വേണമെങ്കിൽ അത് കൊടുക്കാം. മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡ് കൊടുക്കാം. ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഒരു ഇത്തിരി നേരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓരോ ഫ്ലവർ നമുക്ക് ഏത് ഫ്ലവറാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം അടുത്ത കോട്ടിങ് ഇതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഡ്രൈ ആവാതെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ലെയറും ഡ്രൈ ആയതിനു ശേഷം ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു മോൾഡ് പോലെ വേണമെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും കമ്പി ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സൈസിൽ ചുറ്റിയെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒന്നിച്ച് ചുറ്റിയെടുത്ത് കട്ട് ചെയ്യുമ്പോൾ രണ്ടും ഒരേ സൈസിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് കമ്പി തിക്കുറവാണെങ്കിൽ ഒന്നും കൂടെ ഇട്ട് കൊടുക്കുക. അത് നമ്മൾ വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ കുറച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിൽ റേസിൻസ് ഒഴിച്ച് കൊടുക്കുക. റേസിൻസ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഹാഫ് പോർഷൻ ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇത് വേറൊരു ഫ്ലവറാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം ക്രാഫ്റ്റ് ചെയ്തില്ലേ ആ ഒരു ഫ്ലവറാണ് കേട്ടോ. അതിൽ നിന്ന് പൊട്ടിച്ചെടുത്താണ്. അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ നല്ല രസമായിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തു. അതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു. ഒരു ഹാഫ് ഉണങ്ങിയതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇത് 24 hours വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് വന്ന് പറിച്ചെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ തൊടാനും പറിച്ചെടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈഡ് സൈഡിലൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഞാൻ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്തിരി തിക്നെസ് കുറവായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഞാൻ മോൾഡ് ഉണ്ടല്ലോ നമ്മുടെ ടെറക്കോട്ട മോൾഡിലോട്ട് ഇറക്കി വെച്ചിട്ട് വീണ്ടും കുറച്ചും കൂടെ റേസിൻസ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പിലോട്ട് കുഴിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതാണ്. ബോട്ടിലിൻ്റെ ക്യാപ്പിലൊക്കെ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഹാർഡായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് 2 ജ്വല്ലറീസും. ഇനി ഇതിനെ നമുക്ക് ജ്വല്ലറി ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നുമില്ല, ബാക്ക് സൈഡിൽ കുറച്ച് നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബാക്ക് സ്റ്റഡ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ കമ്മലിൻ്റെ ബാക്കിലൊക്കെ വരുന്നത് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഫ്ലവർ ഇതേപോലെയാണ് ഉണ്ടാക്കിയെടുത്തത്. നല്ല രസമുണ്ട് കേട്ടോ. ഒറിജിനൽ ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതെന്ന് കാണുമ്പോൾ ഒരു
പ്രത്യേക ഒരു ഇത് തോന്നുക. ഇതിൽ ഞാൻ ഹാങ്ങിങ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ജംപ് റിങ്സ് ഇട്ടിട്ട് ഒരു ഹാങ്ങിങ്സും കൂടെ ഹാങ് ചെയ്ത് കൊടുത്തു കേട്ടോ. നല്ല ഫൈനൽ ലുക്ക്, നല്ല രസമാണ് കാണാനായിട്ട്. കളറ് ചെറുതായിട്ടൊന്ന് റേസിൻസ് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫെയ്ഡായിപ്പോയി. ഞാൻ റേസിൻസിൻ്റെ ആ ഒരു 50% ആവണതിന് മുന്നേ ഫ്ലവർ കൊണ്ടുവച്ചു, അതിൽ പറ്റിപ്പോയതാ തോന്നുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജ്വല്ലറി കാണാൻ നല്ല അടിപൊളിയായിട്ടില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി റെസിൻസ് ജ്വല്ലറീസ് ഒക്കെ ഉണ്ടാക്കാനും കടയിൽ നിന്നും ഷോപ്പിൽ നിന്നും ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്യാം. നിസ്സാര വിലയുള്ളൂ റൈസിൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല.